അഭിജിത്ത് ദീപ്കെ, ഇദ്ദേഹമാണ് ഫൗണ്ടർ ആൻഡ് കൺവീനർ. അഭിജിത്ത് ദീപ്കെ അറിഞ്ഞുകൂടാത്ത പ്രേക്ഷകർക്കായി മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗറിൽ ജനിച്ചു വളർന്ന് പൂനെയിൽ വിദ്യാഭ്യാസം നേടി ജേർണലിസം പഠിച്ച ശേഷം ഇപ്പോൾ ബോസ്റ്റണിലെ വിദ്യാർത്ഥിയാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നും പബ്ലിക് റിലേഷൻസ് എന്നും കാണുന്നുണ്ട്. ഇതിലേതാണെങ്കിലും അഭിജിത്തിന്റെ മാതാവ് ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് ഭയമാകുന്നു, അവൻ രാഷ്ട്രീയത്തിലൊന്നും ഇറങ്ങരുത്, അവിടേക്ക് അയച്ചത് പഠിച്ച് നല്ലൊരു കരിയർ ഉണ്ടാക്കാനാണെന്നാണ്. ഭാരതത്തിൽ ഇന്നത്തെ യുവജനങ്ങളുടെ ഒരു ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് 1 നല്ല വിദ്യാഭ്യാസം, 2 തൊഴിലവസരം, 3 തുല്യ അവകാശങ്ങൾ. ഏതാണ്? തൊഴിൽ മേഖലയിലും മെച്ചപ്പെട്ട ജീവിത സാഹചര്യം, ആസ്പയറിംഗ് യൂത്ത്. ഇനി എന്തൊക്കെ തന്നെ നിലവിലുള്ള പ്രതിപക്ഷം പറഞ്ഞു കഴിഞ്ഞാലും ഈ കഴിഞ്ഞ 2 അതിന് തുടർച്ചയായി വന്ന 3 കേന്ദ്ര സർക്കാരുകളുടെ കാലത്ത് ഈ ആസ്പിറേഷൻ തിരിച്ചറിഞ്ഞ് അവരുടെ ആസ്പിറേഷൻ അനുസരിച്ച് വികസനത്തിന്റെ പാതയിലൂടെ ഭാരതത്തെ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രതിപക്ഷം പോലും ചോദ്യം ചെയ്യില്ല. കാര്യം ഇത് കേവലം അവകാശവാദങ്ങളായിരുന്നില്ല. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ ഇതൊക്കെ എണ്ണി കാണിക്കാവുന്ന വികസന പദ്ധതികളിലൂടെ നാം കണ്ടതാണ്. അപ്പം ഭാരതത്തിലെ യുവജനതയാകെ രോഷത്തിലാണ് എന്നുള്ളൊരു വ്യാഖ്യാനം ചില മാധ്യമങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തായിരിക്കും ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടാവാനൊരു കാരണം? ഇത് കേവലം ജെൻ സിയുടെ ഒരു ആവേശം, അതല്ലെങ്കിൽ ചില വീഡിയോകൾ അപ്രതീക്ഷിതമായി വൈറലാകുന്നത് പോലെയാണോ ഇതിനെ കാണേണ്ടത്?